ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ഉള്ളിവട ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉള്ളിവട ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് സവോള, ഉള്ളി, ഇഞ്ചി. ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ അതിന് ശേഷം നമുക്ക് മൈദ കൂടി വേണം, ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള അരിയാം. സവാളയ്ക്ക് ശേഷം മുളക് അരിഞ്ഞു കൊടുക്കാം. മുളക് കുനുകുനാന്ന് അരിഞ്ഞാൽ മതി. പിന്നെ അതിന് ശേഷം ഇഞ്ചി അരിയണം. ഞാൻ കാണിക്കുന്നത് ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കുഞ്ഞു പീസായിട്ട് വേണം അരിഞ്ഞിടാനായിട്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി ഇഞ്ചി. ഇത് സവോളയും മുളകും പിന്നെ അതേപോലെ ഇഞ്ചിയാണ്. നമ്മൾ ഇനിയിലേക്ക് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായി ഞരടണം. നമ്മൾ സർലാസിനൊക്കെ ഇത് ചെയ്യുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇടാം. കറിവേപ്പില ഇട്ട് യോഗട്ട് ഇടുന്നത്. യോഗട്ട് ഇറങ്ങിയ ഗ്രാസ് 2 സ്പൂൺ യോഗട്ട്. അപ്പോൾ മെയിനായിട്ടുള്ള മൈദ നമ്മളിട്ട് കൊടുക്കുകയാണ്. മൈദ ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായി കുഴച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് വേണം, കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. തൈരുണ്ട് ഇതിൽ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ട് നമ്മളൊരു 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ 2 മണിക്കൂർ വെച്ചുകൊണ്ടിരുന്ന മാവാണ് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ റെഡിയാക്കി വെച്ചത്. ഇനി നമ്മൾ എണ്ണ ഒഴിക്കണം പാനിൽ. അപ്പോൾ എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇനി നമ്മളതിലേക്ക് ഈ മാവ് ഒഴിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിവട റെഡിയായി കഴിഞ്ഞു ഗൈസ്. ആർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് സവോളയും പച്ചമുളക്, ഇഞ്ചി, അതേപോലെ മൈദ, പിന്നെ പുളിക്ക് വേണ്ടി നമുക്ക് തൈരും വേണം. അത്രയും മതി.